അടുത്തൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വർഷം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്ന്. ഈ തോന്നൽ എപ്പോഴാണ് ഉണ്ടാവുക? ആ അക്കാഡമിക് ഇയറിന്റെ ലാസ്റ്റ് ടൈമിലാണ്, ലാസ്റ്റ് മൂമെന്റിൽ ഒരുപാട് പഠിക്കാനുണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു തീരുമാനത്തിലെത്തുക, ഞാൻ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചു തുടങ്ങും എന്നുള്ളത്. ഇല്ലേ, നിങ്ങളിൽ പല ആളുകളും അങ്ങനെ ചിന്തിച്ച ആളുകളിലും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഇന്നിപ്പോൾ കുറച്ചല്ലേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ, കുറച്ചല്ലേ എഴുതാനുള്ളൂ, അത് നാളേക്ക് മാറ്റി വെക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നാളേക്ക് മാറ്റി വെച്ച് എന്ത് ചെയ്യും, അത് നമ്മൾ ഈ പറഞ്ഞ എക്സാമിൻ്റെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ മാറ്റി വെക്കും എന്നുള്ളതാണ്. കുറച്ചല്ലേ, അപ്പോൾ കുറച്ചും കൂടി ആവട്ടെ, അതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് അപ്പോൾ തോന്നും. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഓവർലോഡ് ആവും. ഈ ഓവർലോഡ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മാനസികമായിട്ട് ഒരു ചടപ്പ് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ ഒരു കാരണത്താലാണല്ലോ പ്രയാസപ്പെട്ടിട്ടുള്ളത്. അന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനമില്ലേ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങും എന്നുള്ളത്. തീരുമാനം എന്ത് ചെയ്യുക, അതിൻ്റെ പ്രാക്ടിക്കലാക്കുക കേട്ടോ. ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് നിങ്ങൾ പഠിച്ചു വരിക. ആ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ജസ്റ്റ് മൈൻഡിലൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മുന്നുള്ള ഒരു വീഡിയോയിൽ മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അവിടെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമാണ് നമ്മളത് റീകോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ റീകോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക എന്ന പ്രോസസ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്താണ്, നിങ്ങൾ ഓരോന്നും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ബൈഹാർട്ടായിട്ട് അപ്പം തന്നെ നോക്കുകയല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ രാത്രി കിടക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിങ്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ അന്ന് എടുത്ത ടോപ്പിക്ക് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതാണ് റീകോൾ ചെയ്യാൻ നമ്മൾ മൈൻഡിൽ നിങ്ങൾ റീകോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ റീകോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഒന്ന് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു റിവിഷൻ നടത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ മൈൻഡിൽ എല്ലാതും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇനി നാളേക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാതെ അപ്പോൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 10th-കാരുണ്ടാവും, അതുപോലെ തന്നെ +2-കാരൊക്കെ ഉണ്ടാവും. ഇവരൊന്നും ഒരിക്കലും നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്. കാരണം നമുക്കറിയാം, അഡ്മിഷൻ ഒരു സമയത്ത് ചെല്ലുമ്പോൾ ഈ ഒരു A+ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം. പല ആളുകളും ആ ആളുകൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും, അപ്പോൾ പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്കും ഒരു യൂസ്ഫുൾ ആവട്ടെ. അവരും ഇന്ന് തന്നെ എന്ത് ചെയ്യട്ടെ, അവരുടെ തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു ഉറച്ച തീരുമാനത്തിൽ അവർ എത്തട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക. എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ.